സെപ്റ്റംബർ 5 അധ്യാപക ദിനം. നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ പൂർവ്വ അധ്യാപകരെയും എല്ലാ വർഷവും സാദരം ഗുരുപൂജനം എന്ന പേരിൽ നാം ആദരിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ആദരിക്കുന്നത് ശാന്ത ടീച്ചറെയും ഉണ്ണികൃഷ്ണൻ മാഷെയും. നമ്മളിപ്പോൾ ഉള്ളത് ശാന്ത ടീച്ചറുടെ വീട്ടിലാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്ന് സെപ്റ്റംബർ 5 ആദ്യം തന്നെ അധ്യാപക ദിനാശംസകൾ. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങിയ ഒരു അധ്യാപികയാണ്. എന്തെങ്കിലും മറക്കാനാകാത്ത ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കുട്ടികളെ മറക്കാനാകാത്ത ഒരുപാട് കാര്യം. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടോ, ഞാൻ പോകുന്നിട്ട് 17 കൊല്ലമായി. എന്നാലും ഞാൻ പറയാം ചില കാര്യങ്ങൾ. എൻ്റെ മനസ്സ് തട്ടിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, ഒരു കുട്ടി നല്ല വികൃതി കേട്ടോ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വികൃതി അടിച്ചിട്ട് പായും. പക്ഷെ പഠിക്കുകയൊക്കെ ചെയ്യും അത്യാവശ്യമായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ പെണ്ണുങ്ങളാകുമ്പോൾ കുട്ടികൾക്ക് ഇത്തിരി കൂടി പേടി കുറവുണ്ടാകുന്നു. അപ്പോൾ കുട്ടികളിങ്ങനെ കടന്ന് ഓടിപ്പായിട്ടോ. ഓടിപ്പായുമ്പോൾ നമ്മളെ സ്വൈരം കെടുത്തും. നല്ല പഠിക്കുന്ന ടീച്ചറാണ്, എല്ലാം പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, കുട്ടി അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും, എന്നാലും ഇങ്ങനെ കളിച്ചാൽ എവിടേക്കാണ് കുട്ടി എത്തുക എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒരിക്കലും ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പോയപ്പോൾ ആ കുട്ടി ഇത് ഓർമ്മിച്ച് എന്നോട് പറഞ്ഞു. ആ കുട്ടി ഡോക്ടറേക്കണ്ടേ. അന്നത്തെ വികൃതി കാണുമ്പോൾ ഞാൻ എന്താ വിചാരിക്കണ്ടോ, ഈ കുട്ടി ഇങ്ങോട്ടൊക്കെ എത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുട്ടി എന്നോട് ചോദിക്കുക, എന്നോടത് സൂചിപ്പിച്ചു. അപ്പം എനിക്കൊരു ജാതി നാണക്കടായി. അപ്പോൾ നിങ്ങളുടെ കുട്ടികളിലുള്ള കഴിവൊക്കെ പിന്നേക്കാണ് വലുതാവുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ അന്ന് ഞാൻ തീരുമാനിച്ചു, ഈശ്വര എന്തെല്ലാം കാര്യം ഞങ്ങൾ കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കുന്നു എന്നെനിക്ക് മനസ്സിൽ തോന്നി. അതാണ് എനിക്ക് മനസ്സ് തട്ടിയൊരു കാര്യം. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി നമ്മൾ എന്തെങ്കിലും മാറ്റമുണ്ട്. രണ്ടുണ്ട്. അന്ന് കുട്ടികൾ ഇത്ര സ്വാതന്ത്ര്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ടിരുന്നില്ല. ഇപ്പോൾ കുട്ടികൾ വളരെ സ്വാതന്ത്ര്യമായിട്ട്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തം അമ്മയും അച്ഛനോടും പറയും പോലെ ഞങ്ങൾ. അന്ന് ഞങ്ങളെ കാണുമ്പോൾ കുട്ടികൾക്കൊരു ഭീകരത, ഞങ്ങളോട് വലിയൊരു തൃപ്തിയും തോന്നില്ല. അപ്പോൾ പിന്നെ അന്ന് നല്ല ശിക്ഷിച്ചിട്ടൊക്കെ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ വല്ല ശിക്ഷയും കിട്ടുന്നുണ്ടോ? ഇന്ന് നല്ല സുഖമാണ് നിങ്ങൾക്ക്. ഇന്നത്തെ പഠിത്തം നിങ്ങളെ സംബന്ധിച്ച് വളരെ സുഖം. ടീച്ചേഴ്സിനല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. പിന്നെന്താ, നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു വിഷമം തോന്നും മനസ്സിൽ. അതെന്താ വെച്ചാൽ നമുക്ക് വീട് പോലെ സ്കൂള്, വീട്ടിലുള്ള മറ്റുള്ള ടീച്ചേഴ്സും കുട്ടികളൊക്കെ നമ്മുടെ ഒരു വീട്ടുകാരെ പോലെ. അന്ന് ഇത്തിരി കൂടി അടുപ്പങ്ങളുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ഇതുമില്ല. വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പോരണമെന്നൊരു വിഷമമൊക്കെ മനസ്സ് തട്ടിയ വിഷമം ഉണ്ടാവും. അതൊരു കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ എന്ത് വിഷമവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറും ഏത് മനുഷ്യനും. അങ്ങനെ ഇനിയൊന്നുമില്ലല്ലോ ചോദിക്കാൻ. ഒരു സംഖ്യ എന്നിട്ട് ഞാനൊരു 2 മണി അതിൻ്റെ കാര്യം നമ്മളെ സൂചിപ്പിച്ചു. ടീച്ചർ നമ്മളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് ഇനി നമ്മൾ
പള്ളിപ്പുറത്തുള്ള ഉണ്ണികൃഷ്ണൻ മാഷിന്റെ വീട്ടിലേക്ക്. മാഷേ നമസ്കാരം. എന്താ മക്കളുടെ പേര്? ജയ, നവ്യ, ദേവനന്ദ, അനിൽ, ആദിൽ. ഇവൻ നമ്മളെ സാജന്റെ മോനാ. അതെ. പള്ളിപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാഷിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ അധ്യാപകരും സാറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ അധ്യാപക ദിനാശംസകൾ. സാറ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത അധ്യാപകനാണല്ലോ. റിട്ടയർഡ് ചെയ്യണ വരെ ഇവിടെ നിന്ന് നടന്നിട്ടാണ്, പുഴ കടന്നിട്ടാണ് സ്കൂളിലേക്ക് വന്നിരുന്നതെന്ന് പറഞ്ഞു ടീച്ചർ പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു അനുഭവം പറയാം. ഇപ്പം നടക്കുന്ന നല്ല രസമുള്ള സംഗതിയായിരുന്നു. ഇപ്പോഴും നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അന്ന് പിന്നെ നടക്കില്ല, മറ്റേ വേറെ സൗകര്യമൊന്നുമില്ല, മറ്റേ വാഹന സൗകര്യമില്ല. പിന്നെ ഈ 5 മുതൽ റോഡ് വന്നത് മറ്റേ ബസ്സൊക്കെ വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഞാൻ 72-ലാണ് പിന്നെ സ്കൂളിൽ ചെയ്യുന്നത്. ആ കാലത്ത് നടക്കില്ലാതെ വേറെ യാതൊരു നിർവാഹമില്ല. അല്ല, വാഹനങ്ങൾ വന്നതിന് ശേഷം നടന്നിട്ട് തന്നെ വാഹനങ്ങൾ വന്നതിന് ശേഷം അത് നടക്കാനുള്ള രസം കൊണ്ട് നടക്കായിരുന്നു. നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ഒരു നല്ല അനുഭവം. സ്കൂളിനെ പറ്റി ഒരുപാട് നല്ല അനുഭവങ്ങളേ ഉള്ളൂ. ഭയങ്കര സങ്കടമായിരുന്നു. 2 ദിവസം ഉറക്കം സത്യം പറഞ്ഞാൽ. സ്കൂൾ വികാരം എനിക്ക് അത്രയും ശക്തമായിരുന്നു. ഒരു വലിയങ്ങനെ ഇപ്പോഴും അതേ വികാരം ഇപ്പോൾ. അന്ന് ജൂനിയർ ആയിട്ട് അധ്യാപകരും കൂടെ പഠിപ്പിക്കാണ്ടായിരുന്ന അധ്യാപകർക്ക് വന്നപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? എന്തോ അയ്യോ, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വിചാരിച്ചാണ് കേട്ടോ. അത് വലിയ സന്തോഷമാണ്.